ഹലോ ഹായ്, ഞാൻ ദിനി ശ്രീനി. ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിയ ഡിഷ് കൊണ്ടാണ് ട്ടോ വന്നേക്കണത്. ഇന്നിപ്പോ അത് നൊസ്റ്റാൾജിയ എന്ന് പറയാൻ പറ്റും. അന്നൊക്കെ നമുക്ക് വിശപ്പ് മാറ്റാനായിട്ട് ഇന്നത്തെ പോലെ ബേക്കറി പലഹാരങ്ങളോ അന്നൊന്നും കിട്ടുന്ന കാലമല്ല. ഞങ്ങൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാലടി പ്ലാന്റേഷനിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ ലയങ്ങളിലാണ്, ലയങ്ങൾ എന്ന് വെച്ചാൽ ലയൻസ് ആയിട്ട് ഒരു ലയൻസിൽ 4 കുടുംബമാണ് താമസിക്കുന്നത്. അപ്പൊ അന്ന് കാലത്തൊന്നും ഇങ്ങനെ ബേക്കറികളോ അങ്ങനെയൊന്നും അടുത്തടുത്തൊന്നും ഇല്ലല്ലോ. ആകെ ഒരു ചെറിയ കട എന്ന് പറഞ്ഞാൽ ആ റൂമിൽ തന്നെ നടക്കുന്ന ഒരു കടയൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഏറ്റവും കൂടിയ കിട്ടുന്നത് ബണ്ണാണ്. പിന്നെ അന്ന് കാലത്ത് 7-ാം തീയതിക്കൊക്കെയാണ് ശമ്പളം കിട്ടുള്ളൂ. അന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു വിശേഷപ്പെട്ട പലഹാരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ അപ്പൊ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഉണ്ടാക്കാൻ എളുപ്പം. അന്ന് റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് കിട്ടൂലോ. ഗോതമ്പ് കിട്ടുമ്പോ അത് വാങ്ങിച്ച് പൊടിപ്പിച്ച്, അത് പൊടിപ്പിക്കണമെങ്കിലൊക്കെ മഞ്ഞപ്പുറയൊക്കെ വരണം. മില്ലൊക്കെ അയ്യമ്പുഴ, മഞ്ഞപ്പുറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാണ് മില്ലി കൊണ്ടുപോയി പൊടിപ്പിച്ച് വെള്ളകാലത്തും ഒക്കെ. അല്ലെങ്കിൽ അരി വറുത്തിട്ടുള്ളൊരു കട്ടൻ കാപ്പിയിൽ അരി വറുത്തിട്ട് തരും. ഇതൊക്കെയായിരുന്നു അന്ന് കാലത്തെ പലഹാരങ്ങള്. ഇന്നിപ്പോ അത് നൊസ്റ്റാൾജിയാണ്. അപ്പൊ നമുക്കത് എന്താന്ന് കാണാം കേട്ടോ. അതെന്താ, ഗോതമ്പ് കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് ഉള്ളിയും മുളകും ചതച്ച് ഒലത്തി തിന്നുന്ന ഉണ്ടൽട്ട്, അതാണ് അതിന്റെ പേര് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ കാലത്ത് ആർക്കും ഇത് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊടുത്താലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ അന്നൊക്കെ നമുക്കത് ഭയങ്കര ഒരു വിശപ്പ് മാറ്റിയിരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇന്നിപ്പോ ഞാനും നോക്കട്ടെ നൊസ്റ്റാൾജിയ ഡിഷ് എങ്ങനെയുണ്ടെന്ന്. അപ്പം അപ്പം നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ച് വെള്ളം തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ഗോതമ്പ് പൊടി എടുത്ത് കുറച്ച് എടുക്കണുള്ളൂ. ഗോതമ്പ് പൊടി കുറച്ച് ഉപ്പും കൂട്ടി കുഴച്ച് എടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണത്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനല്ലേ, അപ്പം പിന്നെ നമ്മൾ ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ച് എടുക്കുകയാണ് കേട്ടോ. നല്ലോണം കുഴച്ചെടുത്തിട്ട് ഉരുളകളായിട്ട് ഉറ്റി, ചെറിയ ഉരുളകളായിട്ട് ഉറ്റി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്കിടെ നൊസ്റ്റാൾജിയകളും നമ്മളായിട്ട് പങ്കുവയ്ക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച മുളക്, അന്നൊക്കെ ഉണക്കമുളകായിരുന്നു, വലിയ മുളകില്ലേ, അത് വെച്ചാണ് ചതച്ചെടുത്തായിരുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൊടിച്ച മുളകുള്ളൂ. അത് ഇട്ടിട്ട് നന്നായിട്ട് ചതച്ച് എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടെ കൂട്ടിയത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഇത്തിരി കട്ടൻ ചായയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇത്തിരി കട്ടൻ ചായക്കുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചാൽ ഉണ്ടകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നൊക്കെ സെർവിങ് ഡിഷാണ്. അന്ന് കാലത്ത് ഇറക്കി വയ്ക്കുക, കൈയിട്ട് വാരി തിന്നുക, അതായിരുന്നു അന്നത്തെ നൊസ്റ്റാൾജിയ. അത് അടുത്തുള്ള വീട്ടിലുള്ളവരും ഉണ്ടെങ്കിൽ സമപ്രായക്കാരാണല്ലോ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്. ഞങ്ങൾ വളർന്നത് അങ്ങനെയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ലയങ്ങളിലാണല്ലോ ഞങ്ങൾ വളർന്നത്. അപ്പോൾ അവരും ഉണ്ടാവും. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതാണ് ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ. അപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ നൊസ്റ്റാൾജിയ ഡിഷ് റെഡി ആയിട്ടുണ്ട്.